ഗുഡ് ഈവനിങ് ടു ഓൾ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. സുവോളജി 3ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷനാണ്. ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ക്രമം അല്ലെങ്കിൽ ഓർഡർ എന്നാണ് അർത്ഥം. ആ വാക്ക് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട. ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ്റെ ക്രമം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ അയാളുടെ ഒരു അഡ്രസ്സ് പറയൂ അല്ലേ. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ബെസ്റ്റിനോ അല്ലെങ്കിൽ ബെൻസിയൊക്കെ ആണെങ്കിൽ നമ്മൾ അവരുടെ അഡ്രസ്സ് പറയുമ്പോൾ അച്ഛൻ്റെ പേര്, വീട്ടുപേര്, അതുപോലെ തന്നെ അവരുടെ പോസ്റ്റ് ഓഫീസ്, സ്ഥലം, ഡിസ്ട്രിക്റ്റ്, ജില്ല, ഇതൊക്കെ നമ്മൾ പറയും. അതേപോലെ തന്നെ ഓരോ ജീവിയെ വർഗീകരിക്കുമ്പോഴും അവരെ ഇതുപോലെ നമ്മൾ അറേഞ്ച് ചെയ്യും. ഒരു ഓർഡർ അനുസരിച്ചിട്ട്, ഒരു ക്രമം അനുസരിച്ച് അറേഞ്ച് ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഒരു ക്രമം. അപ്പോൾ അത് എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എങ്ങനെയാണ് ജീവജാലങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ടാക്സകളിൽ ജീവജാലങ്ങളെ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ വരുന്നത് നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഏറ്റവും ലോവസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ്. സ്പീഷീസ്, അത് കഴിഞ്ഞാൽ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, ദെൻ കിങ്ഡം. അപ്പോൾ ഡിവിഷൻ എന്ന് പറയുന്നത് പ്ലാന്റ്സിലെ ഫൈലത്തിന് പകരം ഡിവിഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നോക്കൂ, ഏതൊക്കെയാണ് ഓർഡർ എന്ന് പറയുന്നത്? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, ദെൻ കിങ്ഡം. ഇതിനെയാണ് ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ ചിലപ്പോൾ ക്രമം തെറ്റിച്ച് തന്നിട്ട് നിങ്ങളോട് ശരിക്കും എഴുതാൻ പറയും, അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ പറയും. ഇതാണ് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇത് നിർബന്ധമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഹയറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഓരോ ടേമും എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം നമ്മൾ. ഓരോന്നും എന്താണെന്ന് ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് എന്താണ് സ്പീഷീസ്, എന്താണ് ജീനസ് എന്നൊക്കെ ചോദിക്കാറുണ്ട്, വളരെ അപൂർവമായിട്ട്. അപ്പോൾ എന്താണ് ഓരോന്നും അർത്ഥമാക്കുന്നത്? അപ്പോൾ നമ്മൾ ആദ്യം സ്പീഷീസ് എന്താണെന്ന് നോക്കണം. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല സ്പീഷീസ് നമ്മൾ പഠിച്ചു അല്ലേ. മാൻജിഫറ ഇൻഡിക്ക എന്ന് പറയുമ്പോൾ ഇൻഡിക്ക സ്പീഷീസാണ്. ഹോമോ സാപ്പിയൻസ് എന്ന് പറയുമ്പോൾ സാപ്പിയൻസ് സ്പീഷീസാണ്. അപ്പോൾ ഒരു സ്പീഷീസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ് ആൻഡ് കാപ്പബിൾ ഓഫ് ഇൻ്റർബ്രീഡിങ്. അതിനെയാണ് നമ്മൾ സ്പീഷീസ് എന്ന് പറയുന്നത്. ഒരു അടിസ്ഥാനപരമായ സാമ്യങ്ങളുള്ള ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിനെയാണ് ജീവികളെയാണ് നമ്മൾ പറയുക സ്പീഷീസ്. വേറൊരു പ്രത്യേകത കൂടി എന്താണ്? അവർക്ക് ഇൻ്റർബ്രീഡ് ചെയ്യാൻ സാധിക്കണം. എന്ന് വെച്ചാൽ അവർക്ക് സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കാൻ സാധിക്കണം. അപ്പോൾ ഒരേ സ്പീഷീസിലുള്ളവർ തമ്മിലാണ് എന്തിലേർപ്പെടുന്നത്? സെക്സിലേർപ്പെടുന്നത്, അല്ലെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ, ലൈംഗിക പ്രത്യുൽപാദനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന സാദൃശ്യങ്ങളുള്ള, സാമ്യങ്ങളുള്ള ഒരു കൂട്ടം ജീവികളെയാണ് എന്ത് പറയുക? സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്താണ് സ്പീഷീസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് വിത്ത് ഫണ്ടമെൻ്റൽ സിമിലാരിറ്റീസ്, അടിസ്ഥാനപരമായ സാദൃശ്യങ്ങളുള്ള, ആൻഡ് കാപ്പബിൾ ഓഫ് ഇൻ്റർബ്രീഡിങ്, അവർക്ക് ഇൻ്റർബ്രീഡ് ചെയ്യാൻ, സെക്സിൽ ഏർപ്പെടാൻ കഴിയുന്ന, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ജീവികളുടെ ഒരു കൂട്ടത്തിനെയാണ് എന്ത് പറയുന്നത്? സ്പീഷീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. നമ്മൾ ടൈഗർ, പാന്തേറ ടൈഗ്രീസ് എന്ന് പറയും. ലയൺ, പാന്തേറ ലിയോ എന്ന് പറയും. അപ്പോൾ പാന്തേറ ലിയോ, പാന്തേറ ടൈഗ്രീസ് എന്ന് പറയുമ്പോൾ അതിൽ ടൈഗ്രീസ് അതുപോലെ തന്നെ ലിയോ എന്ന് പറയുന്നത് സ്പീഷീസാണ്. ഇനി എന്താണ് ജീനസ് എന്ന് പറഞ്ഞാൽ? ജീനസും ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം ആണ്. കൺസിസ്റ്റ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് കൺസിസ്റ്റ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. ഒരുപാട് സാദൃശ്യങ്ങളുള്ള സ്പീഷീസ് വരുന്ന ഒരു ഗ്രൂപ്പ് ഓർഗാനിസത്തിനെയാണ് എന്ത് പറയുന്നത്? ജീനസ് എന്ന് പറയുന്നത്. അപ്പോൾ ജീനസ് കൺസിസ്റ്റ് ഓഫ് റിലേറ്റഡ് സ്പീഷീസ്. സാദൃശ്യങ്ങളുള്ള സ്പീഷീസ് തമ്മിൽ ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ജീനസ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നോക്കൂ, ലിയോ, ടൈഗർ, ലയൺ. ടൈഗറിന് നമ്മൾ ടൈഗ്രീസ് എന്ന് പറയുന്ന സ്പീഷീസിലാണ് വരുന്നത്. അതുപോലെ തന്നെ ലയൺ വരുന്നത് ലിയോ എന്ന് പറയുന്ന ഒരു സ്പീഷീസിലാണ്. അപ്പോൾ ഈ രണ്ട് പേരും വരുന്ന ഒരു ജീനസാണ് പാന്തേറ എന്ന് പറയുന്നത്. പാന്തേറ. അപ്പോൾ പാന്തേറ ടൈഗ്രീസ്, പാന്തേറ ലിയോ. അപ്പോൾ പാന്തേറ എന്താണ്? ജീനസാണ്. മാൻജിഫറ ഇൻഡിക്കയിലെ ജീനസ് ഏതാണ്? മാൻജിഫറ ജീനസാണ്. ഹോമോ സാപ്പിയൻസിൽ ഏതാണ് ജീനസ്? ഹോമോ ആണ് ജീനസ്. അതുപോലെ തന്നെ നമ്മൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ കുറേ പ്ലാന്റ്സിൻ്റെ എക്സാമ്പിളും കൂടി വരുന്നുണ്ട്. ഇപ്പോൾ സൊളാനം നൈഗ്രം
എന്ന് വെച്ചാൽ ബ്രിഞ്ചോൾ വഴുതനങ്ങ, സൊളാനം ട്യൂബറോസം പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതിൽ സൊളാനം എന്ന് പറയുന്നത് എന്താണ്, ജീനസ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ്സിൻ്റെ നെയിംസും കൂടി കാണാൻ പറ്റും. പക്ഷേ നമുക്ക് പ്രധാനമായിട്ടും ആനിമൽസിൻ്റെ നെയിംസാണ് സാധാരണ ചോദിക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പാൻഡാറ ജീനസ് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന 2 സ്പീഷീസാണ് ലിയോ എന്ന് പറയുന്നതും ടൈഗ്രിസ് എന്ന് പറയുന്നതും. മനുഷ്യൻ വരുന്ന ജീനസാണ് ഏത്, ഹോമോ എന്ന് പറയുന്നത്. ഈ അടുത്തത് നോക്കൂ, അടുത്തത് എന്താണ് ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഫാമിലിയാണ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പാൻഡാറ പഠിച്ചു, പാൻഡാറ എന്ന് പറയുന്ന ജീനസ് പഠിച്ചു. അതുപോലെ തന്നെ പൂച്ച വരുന്ന ഒരു ജീനസ് ഉണ്ട്. ഇപ്പോൾ പൂച്ചയുടെ കാറ്റ്, പൂച്ചയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഫെലിസ് ഡൊമസ്റ്റിക്ക എന്നാണ്. അപ്പോൾ അതിൻ്റെ ജീനസ് എന്തായിരിക്കും, ഫെലിസ് ആയിരിക്കും ജീനസ്. അപ്പോൾ ഈ ഫെലിസ് എന്ന് പറയുന്ന ജീനസും പാൻഡേറ എന്ന് പറയുന്ന ജീനസും വരുന്ന ഫാമിലിയാണ് ഫെലിഡേ എന്ന് പറയുന്നത്, ഫെലിഡേ. പക്ഷേ നായ വരുന്ന ഫാമിലി കാനിഡയാണ്, കാനിഡേ. മനുഷ്യൻ വരുന്ന ഫാമിലി ഹോമിനിഡേ. അപ്പോൾ ഈ 3 പേരുകളും പറഞ്ഞപ്പോൾ എന്തെങ്കിലും സാദൃശ്യം തോന്നിയോ? ഹോമിനിഡേ, കാനിഡേ, ഫെലിഡേ, എന്തെങ്കിലും സാദൃശ്യം തോന്നിയോ? ആ വാക്കുകൾക്കൊരു സാമ്യമുണ്ട് അല്ലേ. വാക്കുകൾ എൻഡ് ചെയ്യുന്നത് എ ഇയിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ഫാമിലിയും എൻഡ് ചെയ്യുന്നത് എന്തിലാണ്, എ ഇ എന്നുള്ള ശബ്ദത്തിലാണ്, എ ശബ്ദത്തിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ കാനിഡേ, ഫെലിഡേ, ഹോമിനിഡേ ഇതൊക്കെ ഫാമിലികൾക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫാമിലി കൺസിസ്റ്റ് ഓഫ് റിലേറ്റഡ് ജീനസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാൻഡേറ, ഫെലിസ്, ഇത് രണ്ടും വരുന്ന ഫാമിലി ഏതാണ്, ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയാണ്. അടുത്തത് ഏതാണ്, ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷനിലെ ഫാമിലി കഴിഞ്ഞു. ഇനി അടുത്തത് വരുന്നത് ഓർഡറാണ്, ഓർഡർ. അപ്പോൾ ഓർഡർ എന്ന് പറയുമ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് പറയാം ഓർഡർ കൺസിസ്റ്റ് ഓഫ് റിലേറ്റഡ് ഫാമിലീസ്. അപ്പോൾ സ്പീഷീസ് ജീനസ് പറയുന്ന പോലെ അത്ര സാദൃശ്യങ്ങൾ ഉണ്ടാവില്ല, സാദൃശ്യങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും. റിലേറ്റഡ് ഫാമിലീസ് ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, ഓർഡർ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഓർഡർ കാർണിവോറ, ഒരു ഓർഡറാണ് കാർണിവോറ എന്ന് പറയുന്നത്. അതിൽ വരുന്നവരാണ് ഏത്, കാനിഡേ എന്ന് പറയുന്ന ഫാമിലിയും ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലിയും വരുന്ന ഓർഡറാണ് കാർണിവോറ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓർഡറിൻ്റെ പേര് പഠിക്കാനായിട്ട് ചോദിക്കുമ്പോൾ ഏതാണ് നിങ്ങൾ എഴുതേണ്ടത്, ഓർഡർ കാർണിവോറ. അതുപോലെ തന്നെ മനുഷ്യൻ വരുന്ന ഓർഡർ ഏതാണ്, മനുഷ്യൻ വരുന്ന സ്പീഷീസ് സാപ്പിയൻസ് ആണ്, ജീനസ് ഹോമോ ആണ്, ഫാമിലി ഹോമിനിഡേ ആണ്. അവർ വരുന്ന ഓർഡർ എന്ന് പറയുന്നത് പ്രൈമേറ്റ്സ് ആണ്, പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന ഓർഡർ. അപ്പോൾ ഓരോന്നിനും ഒരു 1-2 എക്സാമ്പിളെങ്കിലും അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വന്നത് പാൻഡേറ, ലിയോ, അവർ വരുന്ന ഫാമിലി ഫെലിഡേ ആണ്. ഫെലിഡേയും നായ വരുന്ന കാനിഡേയും വരുന്ന ഓർഡർ കാർണിവോറയാണ്. മനുഷ്യൻ വരുന്ന ഓർഡർ എന്താണ്, പ്രൈമേറ്റ് അല്ലെങ്കിൽ പ്രൈമേറ്റയാണ് ഓർഡർ. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് എന്താണ്, ക്ലാസ് ആണ്. ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ക്ലാസ് കൺസിസ്റ്റ് ഓഫ് റിലേറ്റഡ് എന്താണ് വരുന്നത്, ഓർഡേഴ്സ്. റിലേറ്റഡ് ഓർഡേഴ്സ് തമ്മിൽ ചേരുമ്പോഴാണ് ക്ലാസ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന വളരെ ഫെമിലിയർ ആയിട്ടൊരു ക്ലാസ്സാണ് ക്ലാസ് മാമൽസ് അല്ലെങ്കിൽ ക്ലാസ് മമേലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാനിഡേ എന്ന് പറയുന്ന ഫാമിലി, അതായത് കാനിഡേ ഫെലിഡേക്ക് വരുന്ന ഫാമിലി ഏത് ഓർഡറിലാണ് വരുന്നത്, കാർണിവോറ എന്ന് പറയുന്ന ഓർഡറും പ്രൈമേറ്റ് എന്ന് പറയുന്ന മനുഷ്യൻ വരുന്ന ഓർഡറും ഏത് ക്ലാസ്സിലാണ് വരുന്നത്, മമേലിയ എന്ന് പറയുന്ന ക്ലാസ്സിലാണ് വരുന്നത്. അപ്പോൾ കാർണിവോറയും പ്രൈമേറ്റ് എന്ന് പറയുന്ന ഓർഡറും വരുന്ന ക്ലാസ്സാണ് ഏത്, മമേലിയ എന്ന് പറയുന്ന ക്ലാസ്. അത് കഴിഞ്ഞാൽ മമേലിയ എന്ന് പറയുന്ന ക്ലാസ്, അതാണ് നമുക്കൊരു എക്സാമ്പിളായിട്ട്, ക്ലാസ്സിന് എക്സാമ്പിളായിട്ട് പഠിക്കാനുള്ളത്. ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് വരിക, ഫൈലാണ് വരിക. ഫൈലം നമ്മൾ ആനിമൽസ് പഠിക്കുമ്പോൾ നമ്മൾ ഫൈലം എന്ന ടേമും പ്ലാന്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഡിവിഷൻ എന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫൈലം, ഇവരെല്ലാം വരുന്ന ഫൈലം കോഡേറ്റയാണ്, നട്ടെല്ലുള്ള ജീവികളാണ്. ഫൈലം കോഡേറ്റ ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പം നമ്മൾ ജസ്റ്റ് ആ പേര് പറഞ്ഞു പോണേ ഉള്ളൂ, ഫൈലം കോഡേറ്റ. ഇനി ഇവർ വരുന്ന കിങ്ഡം ഏതാണ്, ഏത് കിങ്ഡമാണ്, ആനിമൽ കിങ്ഡം. വളരെ സിമ്പിളാണ്, എല്ലാ ആനിമൽസും വരുന്നത് ആനിമൽ കിങ്ഡത്തിലാണ്, എല്ലാ പ്ലാന്റ്സും വരുന്നത് പ്ലാന്റ് കിങ്ഡത്തിലാണ്. അപ്പോൾ ആനിമൽ കിങ്ഡം അതാണ് അവസാനത്തെ ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഹൈറാർക്കിയാണ് നോക്കിയത്, ഓർഡർ എങ്ങനെ നോക്കിയത്, സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം 2 ഉള്ളൂ, ആനിമൽ കിങ്ഡം ആൻഡ് പ്ലാന്റ് കിങ്ഡം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്, ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷനും അതിൽ ഓരോ ടേംസ് എന്താണെന്നും 1-2 എക്സാമ്പിൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. അപ്പോൾ അടുത്ത ഓൺലൈൻ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും ഇതൊന്ന് പഠിച്ചു വെക്കണം.
ഹൈറാർക്കി ഓഫ് ക്ലാസിഫിക്കേഷൻ എന്താണ്, ഓരോ ടേമും എന്താണ് നോട്ട് ചെയ്യുന്നത്, എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിന് 1-2 എക്സാമ്പിളുകളും കൂടിയിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിച്ചു വെക്കണം. ഇനി ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എന്നെ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യണം. എന്തുകൊണ്ട് പറ്റുന്നില്ല എന്നൊന്ന് ജസ്റ്റ് ടീച്ചർ എനിക്കിത് ഓൺലൈൻ ക്ലാസ്സിൽ വരാൻ പറ്റില്ലെങ്കിൽ എന്ത് സാങ്കേതിക പ്രശ്നങ്ങളായാലും നിങ്ങളുടെ പേഴ്സണൽ പ്രോബ്ലംസ് ആയാലും എന്നോട് ഇൻഫോം ചെയ്യണം, മറക്കരുത്. അപ്പോൾ അടുത്ത ഓൺലൈൻ ക്ലാസ്സിൽ നമ്മളിത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.